ഹലോ ഗായ്സ്, ഇത് കുറച്ച് കാലമായിട്ടോ എടുത്ത് വെച്ചിട്ട്. എന്നാന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം എടുത്തതാണ്. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയി. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെരയിലോട്ട് പോവാണ് കേട്ടോ. എൻ്റെ പെര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാടാണ്, മലപ്പുറം ടു വയനാട്. അന്നേരം ഞങ്ങൾ വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് ഒരു 4:30-5 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു ഇറങ്ങിയ പാട്. പിന്നെ അത് മഴക്കാലം പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായില്ല, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അങ്ങനെ കാക്കനോട് ചോദിക്കുക കേട്ടോ, ഇതിനു മുമ്പ് നമ്മൾ ഇതിൽ കൂടെ വന്നെങ്കിലും ഇത്രയായിട്ട് രസത്തിൽ ഈ സ്ഥലം ഇതുവരെ കണ്ടിയില്ല. ഒന്നാമത് നമ്മൾ ഒന്നില്ലെങ്കിൽ രാത്രി അല്ലെങ്കിൽ രാവിലെ, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഫുള്ള് ഇരുടാൻ തുടങ്ങി കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇരുടാകുമ്പോഴത്തേക്ക് ചുരത്തിലെത്താൻ എനിക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളൊരിതിലായിരുന്നു. പക്ഷേ നമ്മളതിൻ്റെ മുന്നേ ഫോട്ടോ എടുത്തത് നന്നായി. നമ്മൾ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായില്ല ഇതിൻ്റെ. എന്നിട്ട് പിന്നെ ഒരു അരീക്കോടൊക്കെ എത്തിയപ്പം അവിടെ ഒരു സ്ഥലത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് റോട്ടുമ്പോൾ അങ്ങനെയാണ് നല്ല വെളിച്ചം വന്നപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി 4-ാം വളവൊക്കെ എത്താനായിട്ടോ. 4-ാം വളവ് എത്തി നമുക്ക് അവിടെ കയറണമല്ലോ, നിർബന്ധമായും കയറണമല്ലോ. അങ്ങനെ ബ്ലോക്ക് അത്യാവശ്യമൊക്കെ നമ്മൾ കാറിലൊക്കെ പോരുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സമയമാവട്ടെ നമ്മളവിടെ എത്തണമെങ്കിൽ. പക്ഷെ നമ്മൾ നൈസായിട്ട് സ്കൂട്ടറിലായതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് സമയത്തിനെത്തിയെന്ന് പറയാം. അങ്ങനെ 4-ാം വളവിൽ ഇറങ്ങിയ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല, ഞാൻ മറന്നു പോയിട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ. പിന്നെ ലാസ്റ്റ് ഇത് വാങ്ങി തന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോൺ എടുത്തപ്പോൾ വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ മേലെ എത്തിയിട്ടോ. ഈ ഓട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ നടന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമല്ല, ഫൈൻ ഇടുക, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അന്നേരം പോലീസുകാരൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയതിന് ഫൈനൊക്കെ ഇടുന്നുണ്ട്. നമ്മളൊന്നും ഇതുവരെ പിന്നെ നിർത്തിയിട്ടെങ്കിൽ അപ്പോൾ ഒന്നും പോലീസൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം പോലീസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പെരയ്ക്ക് വിളിച്ച് നോക്കിയപ്പോൾ പെരയിലത്തെ എല്ലാവരും പറഞ്ഞ് ഞാൻ നേരെ പോയത് മൂത്താപ്പാൻ്റെ അടുക്ക കേട്ടോ, പോകാൻ ഉദ്ദേശിച്ചത്. അന്നേരം ഓലൊക്കെ നെല്ലർച്ചാൽ കാണാനും അങ്ങനെ ഓരോരോ സ്ഥലത്തൊക്കെ പോയിട്ട് ഓല് പറഞ്ഞ് മുട്ടിലോട്ട് പോരാൻ അവിടെ ഉണ്ടോല്. അങ്ങനെ നമ്മൾ ചുരം കയറി കഴിഞ്ഞ് നമ്മൾ അവിടെ എത്താനായിട്ടോ. അപ്പോൾ മേപ്പാടിക്കായിരുന്നു അത് ഉദ്ദേശിച്ചത്. പിന്നെ നേരെ മുട്ടിൽ ഖത്തർ ബേക്കറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങനെ അവിടേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഓല് എത്തിക്കേനു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ കുട്ടി മീനിലൊക്കെ കളിച്ചിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ നമുക്ക് നമ്മളെ പ്രായം ഒരു പ്രശ്നമാണല്ലോ, ഓനെപ്പോലെ ഇങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഈദാപ്പി, എൻ്റെ മൂത്തമ്മാൻ്റെ പേരക്കുട്ടി. അത് ഞങ്ങൾ ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്ത് കേട്ടോ. കഥ അറിയില്ല, വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ കഥയൊക്കെ പറഞ്ഞ് മൈലാഞ്ചിൻ്റെ കാര്യം, പെരുന്നാളായ പിന്നെ അതാണല്ലോ മസ്റ്റ്. അങ്ങനെ മൈലാഞ്ചിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഫുള്ള് കഥ പറച്ചിലായിട്ടോ. പിന്നെ ആരോ പറഞ്ഞതാ കട്ടൻ ചായ. ഞാൻ പിന്നെ ചായ അങ്ങനെ കുടിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കൊടുത്തേ, ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. എന്താണെന്നറിയില്ല, ഭയങ്കര ലാഗായിരുന്നു കേട്ടോ ഫുഡ് കിട്ടാൻ. അങ്ങനെ ഫുഡൊക്കെ കിട്ടി. ഫസ്റ്റ് സൂപ്പ് വന്ന്. നമ്മൾ പിന്നെ അതൊന്നും കുടിക്കൂല, അതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. കാക്കൂനും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഫിഷും അൽഫാമും എന്ന് പറഞ്ഞത്. ഞാൻ അൽഫാം പറഞ്ഞ് അവിടെ എല്ലാവരും ഫിഷ് ചെയ്യുന്നു കേട്ടോ പറഞ്ഞത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടുത്തോരോട് നല്ലോണം ഒച്ചപ്പാട് ഉണ്ടാക്കി കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് അത്രയും ഡിലേ ചെയ്യുന്നു, നമുക്ക് പെരേന്ന് ഇങ്ങനെ കോളും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മേപ്പാടിക്കാട്ടോട്ടെ മൂത്താപ്പനടുക്ക്. എൻ്റെ അവിടെ ആരും ഇല്ലാഞ്ഞിട്ട് അങ്ങനെ ഓലൊക്കെ വിടേനു. അങ്ങനെ മേപ്പാടി എത്തി, ഓല പെര എത്തി. അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് കാക്കു ഈദാപ്പീനെ എടുത്ത് വെക്കുക കേട്ടോ. ഓനങ്ങനെ ആരുടെ അടുത്തേക്കും പോകലൊന്നുമില്ല, അങ്ങനെയല്ല അറിയാത്തവരുടെ അടുത്തേക്ക് കേട്ടോ. എൻ്റെ അടുത്തേക്ക് തന്നെ വരുത്തില്ല. എങ്ങനെയോ കാക്കുവിൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ ആളെ മനസ്സിലായപ്പോഴത്തേക്ക് ഓൻ കരയാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ ബ്രദർ വന്ന് ഓനെടുത്ത്. അപ്പോൾ എൻ്റെ ബ്രദറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓനെടുത്ത് ആക്കിയപ്പോഴത്തേക്ക് റെഡിയായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നേരത്തെ ഒരു 12 മണിയൊക്കെ ഇറങ്ങി ഒരു മൂത്താപ്പാൻ്റെ അടുക്ക് പോയിട്ടോ. ഇത് ഒരു മൂത്താപ്പാൻ്റെ പെരയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരാളുടെ അടുക്ക് കയറി. അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറന്നു വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ. ഇവിടെ നല്ല രസമാട്ടോ കാണാൻ. ഞാൻ വയനാടാണെങ്കിലും ഈ ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ കയറില്ല. കല്യാണത്തിന് ശേഷം കേട്ടോ പിന്നെയും കയറിയത്. കല്യാണത്തിന് ശേഷം ഒരു വട്ടം കയറിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഫുള്ള് ഫോട്ടോ എടുക്കാനൊക്കെ ഓരോ സ്ഥലം നോക്കുകയാണെങ്കിൽ ഭയങ്കര വെയിലാട്ടോ. ഇറങ്ങാൻ പറ്റാത്ത മീൻസ് നമുക്ക് കണ്ണടച്ചു പോകും ഫോട്ടോയിലായി. അങ്ങനെ കിട്ടിയിട്ട് കാര്യമല്ലല്ലോ ഫോട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ എത്തി. പെരേൻ്റെ ടൗൺ കേട്ടോ. പക്ഷേ പെരേക്കല്ല പോകുന്നത്, നേരെ തറവാട്ടിക്കാണ്. അവിടെ എല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ വീണ്ടും എടുക്കാൻ മറന്നുപോയി. അങ്ങനെ വീണ്ടും നമ്മൾ ചുരം ഇറങ്ങാൻ തീരുമാനിച്ചു. നമ്മൾ ഇന്നലെ പെരേക്ക് പോവാം കേട്ടോ നമ്മളടുക്ക്. അങ്ങനെ ചുരം ഇറങ്ങി. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ കാണാൻ കഴിയുമോ അറിയില്ല, എന്നാലും ഇവർക്കൊക്കെ ഫൈൻ കിട്ടുന്ന ആലോചിക്കും നമുക്കൊരു ഇടങ്ങേറില്ല. ഇതൊക്കെ നിർത്താൻ പോകുന്നത് കേട്ടോ ചുരം കാണാൻ. നമുക്ക് പിന്നെ ഇതിപ്പോൾ കണ്ട് ഒരു പുത്തരി ഇല്ലാണ്ടായി. എന്നാലും നമ്മൾ 4-ാം വളവിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാത്തതിൻ്റെ ഇതിൽ ഞാൻ ഇന്ന് വീഡിയോ എടുത്തു. ഞാൻ പിന്നെ ചായ അങ്ങനെ കുടിക്കാത്തതുകൊണ്ട് ഞാനൊരു
ഫ്രൂട്ടി വാങ്ങി കാക്ക ഒരു ലെമൺ ടീ ആട്ടോ കുടിച്ചത്. എവിടെ പോയാലും ലെമൺ ടീ ആണ് കേട്ടോ കുടിക്കലധികം. അങ്ങനെ അപ്പോൾ ഞാനൊരു ഫ്രൂട്ടിയും വേറെ എന്തോന്ന് വാങ്ങി കഴിച്ചിനു. എണ്ണക്കടി ഉള്ളിവടയായിട്ടാണ് തോന്നുന്നുണ്ട്, എന്തോ കഴിച്ചിനു. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി അവിടെ ഒരു മർക്കസ് ഉണ്ടല്ലോ, ആ മർക്കസിൻ്റെ അവിടെ നല്ല രസമാണല്ലോ കാണാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അതിൽക്കൂടെ പോയൊക്കെ. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ വരുത്തും, പക്ഷെ ഇത്ര ആസ്വദിക്കാൻ കഴിയില്ലല്ലോ. അന്നേരം നമ്മൾ ഒരു വട്ടം രാത്രി നല്ല രസമാട്ടോ ഇവിടെ കാണാൻ. അങ്ങനെ രാവിലെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയപ്പോൾ നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ, പക്ഷേ നമുക്ക് ഫോട്ടോ എടുക്കാൻ അപ്പോൾ ഒരു മൂഡുണ്ടായില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ളായി കണ്ടതുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത്യാവശ്യം ആൾക്കാരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ മൂടിയിട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. അപ്പോൾ ഇങ്ങനെ പെരേന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ അരീക്കോട് എത്തിയിട്ട്, അരീക്കോട് നിന്നും കുറച്ചും കൂടി പോകാനുണ്ട് നമ്മളെ പെരയിലേക്ക്. അങ്ങനെ പിന്നെ വീഡിയോസൊക്കെ എടുക്കാനാണ് മറന്നു. പിന്നെ പെരയിലെത്താൻ നേരത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെരയിലൊക്കെ എത്തി. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.